ഏപ്രിൽ 9-ന് കേരളം വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുമ്പോൾ വമ്പൻ വാഗ്ദാനങ്ങളുമായി ഇടത് വലത് മുന്നണികളും NDA സഖ്യവും കേരളത്തിലെ വോട്ട് കുത്തുകളെ പാട്ടിലാക്കാൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഇത്തവണ വോട്ടിംഗ് ശതമാനം 75 കടന്നാൽ 100ഓളം സീറ്റുകളുമായി UDF കേരളത്തിൽ ഭരണം പിടിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ഓരോ മണ്ഡലങ്ങളിലും ഇപ്പോൾ കാണുന്ന ട്രെൻഡുകൾ വരും ദിവസങ്ങളിൽ മാറാനുള്ള സാധ്യതകൾ കൂടി കണക്കുകൂട്ടിയാണ് A to Z ന്യൂസ് മലയാളം 24 കേരളത്തിന്റെ ഭരണചക്രം ആർക്കൊപ്പമെന്ന ജനാഭിപ്രായം പങ്കുവയ്ക്കുന്നത്. അതെ, കേരളം ആര് ഭരിക്കുമെന്ന ചോദ്യമുയർത്തുന്നവർക്ക് മുമ്പിൽ എല്ലാ മുന്നണികളും അവകാശവാദങ്ങൾ ഉയർത്തുമ്പോൾ പ്രബുദ്ധരായ വോട്ടർമാർ ഇതിന് വ്യക്തമായ മറുപടി മെയ് 4-ന് നൽകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും നൽകുന്ന വ്യക്തമായ സൂചനയെന്നും പറയേണ്ടി വരും. 1-2 പിണറായി സർക്കാർ അധികാരത്തിലിരുന്ന കഴിഞ്ഞ 10 കൊല്ലവും സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചു. വിലക്കയറ്റം അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിൽ 3-ാം സ്ഥാനത്താണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ വിലക്കയറ്റ നിരക്ക് 9%-ലധികമാണ്. 2021-ൽ ഇടതുമുന്നണി കേരളത്തിനു മുമ്പിൽ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. രണ്ടാം പിണറായി സർക്കാർ വാക്കുപാലിച്ചില്ല എന്ന് മാത്രമല്ല, 2025-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വരെ ഉണ്ടായിരുന്ന 1600 രൂപയിൽ 400 രൂപ കൂടി കൂട്ടി 2000 രൂപയാക്കി പെൻഷൻ തുക വർദ്ധിപ്പിച്ച് ത്രിതല പഞ്ചായത്ത് ഭരണത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ ഇടതുമുന്നണി ശ്രമിച്ചെങ്കിലും അവരുടെ പ്രതീക്ഷകൾ പൂവണിഞ്ഞില്ല. 2021-ൽ ഇടതുമുന്നണി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ റബ്ബറിന് 200 രൂപയും നെല്ലിന് 28 രൂപയും താങ്ങുവില നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അവസാന ബഡ്ജറ്റിൽ പോലും റബ്ബർ കർഷകർക്കും നെൽകർഷകർക്കും ആശ്വാസകരമാകുന്ന ആ പ്രഖ്യാപനവും ഉണ്ടായില്ല. ഇപ്പോഴിതാ റബ്ബറിന് 300 രൂപയും നെല്ലിന് കിലോഗ്രാമിന് 35 രൂപയും താങ്ങുവില പ്രഖ്യാപിച്ച് 200-ലധികം പേജുള്ള ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിക്കഴിഞ്ഞു. 10 ആണ്ടുകൾ നീണ്ട ഇടത് ഭരണം കൊണ്ട് കാര്യമായ പുരോഗതിയൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്ന എതിർ മുന്നണികൾക്കൊപ്പം ഇടത് സഹയാത്രികരുമുണ്ട്. 1-ാം പിണറായി സർക്കാരിന് 75% മാർക്ക് കൊടുത്ത ജനം 2-ാം പിണറായി സർക്കാരിന് 20-ൽ താഴെ മാർക്കാണ് നൽകുന്നത്. 1-ാം സർക്കാരിലെ മാറ്റി നിർത്തപ്പെട്ട പ്രമുഖരെല്ലാം 2-ാം സർക്കാരിൽ കഴിവ് തെളിയിക്കാൻ ശേഷിയുള്ള മന്ത്രിമാരിൽ 1-2 പേരിൽ ഒതുങ്ങുകയും ചെയ്തു. KB ഗണേഷ് കുമാറും K രാജനും K കൃഷ്ണൻകുട്ടിയും MP രാജേഷും മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചവർ എന്ന് വിലയിരുത്തുന്നവരും ഉണ്ട്. 3 വനിതാ മന്ത്രിമാരും ഇത്തവണ തികഞ്ഞ പരാജയമായിരുന്നു എന്നഭിപ്രായപ്പെടുന്നവരും കുറവല്ല. അതുകൊണ്ട് തന്നെ നിലവിലെ മന്ത്രിമാരിൽ പലരും ഇത്തവണ നിയമസഭ കാണില്ലെന്നും പറയാതെ വയ്യ. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലും MP രാജേഷ് തൃത്താലയിലും വീണ ആറന്മുളയിലും ബിന്ദു ഇരിങ്ങാലക്കുടയിലും ചിഞ്ചുറാണി ചടയമംഗലത്തും സജി ചെറിയാൻ ചെങ്ങന്നൂരും വാസവൻ ഏറ്റുമാനൂരും കേളു മാനന്തവാടിയിലും പരാജയത്തിന്റെ കൈപ്പറിയും. കൊട്ടാരക്കരയിലും പത്തനാപുരത്തും ബേപ്പൂരും മാത്രമല്ല ചേർത്തലയിലും മന്ത്രിമാർ അടിതെറ്റി വീഴും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതും ഇത്തവണ സർക്കാരിന് തിരിച്ചടിയാവും. മാത്രമല്ല, കെട്ടിട നിർമ്മാണ പെർമിറ്റ് 450 രൂപയിൽ നിന്നും 11,000 രൂപയാക്കി വർദ്ധിപ്പിച്ചതും വൈദ്യുതി ചാർജും കുടിവെള്ള ചാർജും പുരക്കരവും വർദ്ധിപ്പിച്ചതും നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവും ഭരണവിരുദ്ധ വികാരത്തിന് വൻ തോതിൽ കാരണമായിട്ടുണ്ട്. 10 കൊല്ലം പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഇരുന്ന് തുരുമ്പെടുത്ത കോൺഗ്രസ് മുന്നണി ഇരു ടേമുകളിലും ശക്തമായ പ്രതിപക്ഷ പ്രകടനം കാഴ്ചവെച്ചില്ലെന്നും എടുത്തു പറയേണ്ടതുണ്ട്. ആരാവും മുഖ്യമന്ത്രി എന്ന ചർച്ചയും ഉൾപോരും രൂക്ഷമായ കോൺഗ്രസും പ്രധാന ഘടകകക്ഷിയായ ലീഗും ജോസഫ് വിഭാഗം കേരള കോൺഗ്രസും CMPയും RSPയും RMPയും ഫോർവേഡ് ബ്ലോക്കും തൃണമൂലും CK ജാനു വിഭാഗവും ശക്തമായ പ്രതിരോധവും സർക്കാരിനെതിരെ ഇതുവരെ ഉയർത്തിയിട്ടുമില്ല. പെൺവിഷയത്തിൽ CPM പുറത്താക്കിയ PK ശശിക്ക് ഒറ്റപ്പാലം സീറ്റിൽ പിന്തുണ നൽകുന്ന കോൺഗ്രസ് സമാന കേസിൽ കുറ്റക്കാരായ എൽദോസ് കുന്നപ്പള്ളിക്ക് പെരുമ്പാവൂരിലും രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാടും സീറ്റ് നിഷേധിച്ചത് സ്ത്രീപക്ഷ വോട്ടുകളിൽ ഇത്തവണ വിള്ളലുണ്ടായേക്കാം. കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾക്കും ഗ്രൂപ്പിസത്തിനും ഇത്തവണ ഒരു കുറവുമില്ല. രമേശനും സതീശനും മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുമ്പോൾ അതിൽ കണ്ണടയ്ക്കുന്നവരുടെ പട്ടികയിൽ KC വേണുഗോപാലുമുണ്ട്. UDF അധികാരത്തിലെത്തിയാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ മുഖ്യമന്ത്രിക്കും സാധ്യത ഇത്തവണ തെളിയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയാണ് അത്തരത്തിൽ ഒരു സൂചന നൽകിയിട്ടുള്ളതും. അങ്ങനെയെങ്കിൽ സാധ്യത ആർക്കൊപ്പം എന്ന് ചോദിക്കുന്നവരുമുണ്ട്. മുൻ തെരഞ്ഞെടുപ്പ് കാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തവണ കടുത്ത ത്രികോണ മത്സരമാണ് നടക്കുന്നത്. 2016-ന് ശേഷം BJP സഖ്യത്തിന്റെ MLAമാർ നിയമസഭയിലെത്താൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ചാത്തന്നൂർ, കായംകുളം, കുന്നത്തുനാട്, തൃശൂർ, പാലക്കാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരത്തു നിന്നും K സുരേന്ദ്രൻ നിയമസഭയിൽ എത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും നൽകുന്ന സൂചനകൾ. ഇടതു വലതു മുന്നണികൾ തമ്മിലാണ് ശക്തമായ പോരാട്ടമെങ്കിലും കേരളത്തിൽ 32 മണ്ഡലങ്ങളിൽ BJP സഖ്യത്തിന്റെ പ്രകടനം ഇത്തവണ ഇടതുമുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് നിർണായകമാകും. പീരുമേട്, താനൂർ, കണ്ണൂർ, നാദാപുരം, ഇടുക്കി, കൊച്ചി, കൊട്ടാരക്കര, കായംകുളം, അമ്പലപ്പുഴ, ആലപ്പുഴ, തൃത്താല, കളമശ്ശേരി, വൈപ്പിൻ, കൊടുങ്ങല്ലൂർ സീറ്റുകൾ ഇടതുമുന്നണിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. A to Z ന്യൂസ് മലയാളം 24.